ഇത്ര സൺറൈസ് വരുന്ന എൻ്റെ മോളെ. എടാ നിന്റെ ഇതാ നോക്കിയിട്ടാ സൂക്ഷിച്ചു നിൽക്കിട്ട് അങ്ങനെ ഇരുന്നോ. ഫോട്ടോ രക്ഷാട്ടോ ഇതാണ്ടോ ഇത്രയും ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കാൻ ഓ സീന്. നിശ്ചയ വീഡിയോയിൽ മൊത്തം നീയാണല്ലോടാ. നിനക്ക് നല്ല വീഡിയോ കിട്ടുന്നുണ്ട്. എന്താ ഇതിനൊക്കെ പറയാ. ഈ ഒരു ഫീല് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. മച്ചാന്മാരെ അങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി. ഇതപ്പോൾ സമയം 3:30 കഴിഞ്ഞു. അവിടെ ട്രക്കിങ്ങിന് പോകേണ്ട ജീപ്പും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്നലത്തെ ആ നടത്തത്തിൽ കാല് മൊത്തം മരക്കി കീപ്പോട്ട് ഫുള്ള് അങ്ങോട്ട് വെയ്യാണ്ടായി, ഇഞ്ചിപ്പരുവായി. അപ്പോൾ ഇതാ ജീപ്പും കാര്യങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ട്രക്കിങ്ങിൻ്റെ ടൈമാണ് അല്ലേ? ട്രക്കിംഗ് അല്ല, ഓഫ് റോഡിൻ്റെ ടൈമാണ്. അപ്പോൾ 17 കിലോമീറ്ററാ? അപ്പോൾ 17 കിലോമീറ്ററാണ് കേട്ടോ ഓഫ് റോഡ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു 300 മീറ്റേഴ്സ് നടക്കാണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം എന്താ അവിടുത്തെ അവസ്ഥ എന്ന്. വെയിറ്റ് ആൻഡ് സീ. എല്ലാവരും ഇവിടെ ഉണ്ട് ചായ കൊടുക്കുന്ന സ്പോട്ട്. എല്ലാവരും റെഡിയാണ്. കണ്ടില്ല, ഇതാണ് ജീപ്പ് വന്ന് നിൽക്കുന്നത്. വേറെ ഒരു 3-4 ജീപ്പ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും പോയി. അപ്പോൾ നമ്മളാണ് ലാസ്റ്റ്. കണ്ടില്ലേ മിസ്സിയെ പോണ്ടേ. അങ്ങനെ നമ്മൾ വേറെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് അങ്ങനെ എത്തിയിട്ടാണ്. അപ്പോഴേക്കും നമ്മളുടെ നെസീൻ്റെ ഫോൺ മിസ്സിങ് ആയി. അത് ആരും എടുത്തിട്ടുണ്ട്. നമ്മൾ വിളിച്ചു നോക്കിയപ്പോൾ ആരോ ഫോൺ എടുത്തിട്ടുണ്ട്. സാധനം കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആകെ സെഡായി. മഴയാ പോടേങ്ങനെ. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഇവിടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 100-150 മീറ്റർ നടന്ന് മേലോട്ട് കയറണം. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മെല്ലെ മെല്ലെ വെളിച്ചം വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കാഴ്ചകളിലേക്ക് മടങ്ങാം. മോനെ രാവിലെ തന്നെ എന്താ ഒരു രാവിലത്തെ കാഴ്ചകളൊക്കെ എന്താല്ലേ. പാവം ചെക്ക ഫുള്ള് സെഡായി. ഐഫോൺ ആയാലും കൊണ്ട് പിന്നെ പേടിക്കണ്ട. അപ്പം മെല്ലെ ഇങ്ങനെ കയറുന്നുണ്ട്. കയറി ഇന്നലത്തെ കയറി അത്ര ഇല്ല കേട്ടോ. ഇന്നലെ കയറിയതിൻ്റെ പകുതി പോലും ഇല്ല. ഇത് എത്തി പോകുന്നുണ്ട്. ഇതാ ഓ സീന്. നിശ്ചയ വീഡിയോയിൽ മൊത്തം നീയാണല്ലോടാ. നിനക്ക് നല്ല വീഡിയോ കിട്ടുന്നുണ്ട്.
എൻ്റെ മോനെ സെറ്റ്. ഇത് നോക്കിയേ, ഇവിടെ ഫുള്ള് കോടാ, ഇവിടെ ഫുള്ള് വിഷ്വൽ ബ്യൂട്ടി. ആൻഡ് അല്ലോ നടന്ന് കുറച്ച് കയറുമ്പോഴേക്ക് കോട, നമുക്ക് കോടയെ കാണണ്ടല്ലേ. കോടപ്പം കാണാൻ എന്താ കിടക്കണേ. കണ്ടില്ലേ, കോട കയറുന്നുണ്ട് അല്ലേ. കോട നൈസിൽ കയറുന്നുണ്ട് മേലോട്ട്. എടാ ജെസി, എടാ നിന്റെ വണ്ടിയിലുണ്ടായിരുന്ന അവനല്ലേ? കോട കയറുന്നു നോക്കിയേ, മെല്ലെ മെല്ലെ കയറുന്നു നോക്കിയേ. ഫുള്ളായി. നേരത്തെ ഈ സൈഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പൊ അത് കാണുന്നില്ല. രണ്ട് സൈഡും കോടയായി. ഏതാ സാറേ ഒന്ന് പിടിക്കണം, ഇങ്ങനെ പിടിച്ചോ. സൂപ്പർ വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. കോട ഇങ്ങനെ മേലോട്ട് കയറി കയറി വരിക കേട്ടോ. എടാ ഇതാ ഇവിടെ മാനൊക്കെ ഉണ്ടോ? അതെന്താ പറഞ്ഞേ? അവനല്ലാതാ നായടാ, പട്ടിണി കൊണ്ടൊക്കെ വന്നിരിക്കണം. ആ വാല് ഓ ഏതാ കാറ്റ്. എന്താ ഇതിനൊക്കെ പറയാ. ഈ ഒരു ഫീല് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അജാതി ഫീല് മക്കളെ, അജാതി ഫീല്. പക്ഷെ ഇവിടെ ഒരുത്തര് ആ ഫീല് പോലും ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയാ. യേശേ ഡോൺ വെരി മാൻ, സാധനം എങ്ങോട്ടും പോവില്ല, കിട്ടും. അതാണ് ഐഫോൺ. ദാറ്റ്സ് ദ പവർ ഓഫ് ഐഫോൺ. ഇതാ സൺറൈസ് വരുന്ന എൻ്റെ മോളെ. എടാ നിന്റെ ഇതാണ് സൺറൈസ്. പക്ഷെ ക്ലൗഡ്സിന്റെ ഇടയിൽ നിന്നാണ്. പോവാ, നമുക്ക് അവിടെ നിന്ന് സൺറൈസ് കാണാം. അതാവും കുറച്ചുകൂടെ നല്ലത്. നോക്കിയേ എൻ്റെ മോനെ, ഓ വേറെ ലെവല് വ്യൂ മോനത്, വേറെ ലെവല് വ്യൂ. Hey, wait! Why are you so urgent? നമ്മള് അവിടെ സൺ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഇവിടത്തെ ഒരു വ്യൂ നോക്കിയേ. എൻ്റെ മുത്ത് ഏതാ വ്യൂ. ആ ഒരു എന്താ ഓറഞ്ച് ഷെയ്ഡ് ഈ മലയ്ക്ക് അടിക്കുമ്പോഴേ എൻ്റെ മോനെ കലക്കം വ്യൂ. എങ്ങനെയുണ്ട്? എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ നോക്കിയിട്ടുണ്ട്. എടാ എങ്ങനെയാണ്
വിളിക്കണേ, പാസ്വേഡ് അറിയണ്ടേ? ഇങ്ങോട്ട് വിളിക്കാൻ നോക്കണേ. എൻ്റെ ഒരു എന്നാ ഹലോ 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 നീരൊഴുക്കൊക്കെ ഉണ്ട് പോകുന്നുണ്ട് അല്ലേ? താഴെ ഈ ഒരു വ്യൂ. മോനെ ഒന്ന് മാറ അങ്ങനെ നിൽക്ക്. മാറ അങ്ങനെ നമ്മളേ സൺറൈസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേഴ്സിൽ താഴെ എന്താ ഉള്ളത് നോക്കാൻ പോവാൻ കേട്ടോ. എന്നാൽ താഴത്തേക്ക് പോയാലോ? അവരെ ഫോട്ടോ എടുക്കട്ടെ. നമ്മുടെ പയ്യന്മാർ ഇവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. പിന്നെ അടുത്തതായി നിസാറിൻ്റെ ഊഴമാണ്. നിസാറിൻ്റെ ഉഗ്രൻ ഫോട്ടോസ്. സൺറൈസൊക്കെ പോയി. ഇനി ബാക്കിലെ മലയുണ്ട്, അത് കിട്ടും. ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഫുള്ള് എല്ലാവരും ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ. ഈ ഒരു ലൊക്കേഷൻ പൊളി ലൊക്കേഷൻ. ഒന്നാമത് ഈ മലേൻ്റെ അല്ലേ, ഈ ഒരു മലേൻ്റെ വ്യൂ എന്ന് പറയുന്നത് വേറെ ലെവൽ വ്യൂ ആണ് കേട്ടോ. അതാ സണ്ണ് എവിടെടാ പൊങ്ങിപ്പോയാ മേലോട്ട്? ഇനി ഒന്നുകൂടെ പൊന്തി വരുവാവോ? ആ താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. കാഴ്ചകൾ തേടി താഴോട്ടാണ് കേട്ടോ പോകുന്നത്. എനിക്ക് വന്ന് മറ്റേ പാന്തർ റോക്ക് എന്ന് പറയുന്ന സ്ഥലം താഴെയാ തോന്നുന്നു കേട്ടോ. ഇങ്ങനെ പോകുന്നുണ്ട്, എന്താ അവസ്ഥ എന്നറിയില്ല. നല്ല റഷാണ്. ചില ടൈമിൽ ഈ താഴെ ഇറങ്ങേണ്ടതാണ് വിഷയം. താഴെ ഇറങ്ങുന്നതാണ് ചില ടൈമിൽ ഭയങ്കര പണി. ചെക്കന്മാരെത്തി. പിന്നെ അടുത്ത സന്തോഷ വാർത്ത കേട്ടോ, നമ്മളുടെ മെസ്സിൻ്റെ ഫോൺ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഡ്രൈവറിൻ്റെ അടുത്ത് തന്നെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോനെ, ഞാനൊരു ബാലൻസിങ്ങിൽ പോവാ. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ താഴെ കിടക്കുന്നത്. ഫുള്ള് റഷാണല്ലോ. ഇപ്പൊ എങ്ങനെ പോകും താഴോട്ട്? അതാ ഓ താഴോട്ട് പോകാനുള്ള ലൊക്കേഷൻ കാണാൻ. സിസ്റ്ററെ ഒന്ന് മാറുമോ? ഇതേനൊക്കെ ഇപ്പൊ അലിഞ്ഞ് പിടിച്ചിറങ്ങണം കേട്ടോ. എടാ ഇത് നമ്മൾ കയറണ്ട തിരിച്ച്. കാറ്റില്ലേ, അടിപൊളി കാറ്റ്. ഇതിനൊക്കെ വലിഞ്ഞ് ഇറങ്ങണം കൊന്തോ. ഇവർക്ക് നല്ല വല്ല സ്ഥലത്തും വെച്ചൂടെയല്ലടാ. അമ്മേ അതിന് പോകാൻ പറ്റില്ലടാ. അത് പിള്ളേരിട്ടുണ്ട്. എൻ്റെ പോണേ
നമ്മൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ്ട് ആ റോക്ക് കണ്ടില്ലേ, ഇതാണ് ആ റോക്ക്, ഫേമസ് ആയ ആ പാന്തർ റോക്ക് അല്ലേ? പാന്തർ റോക്ക് എന്നല്ലേ പറയാ? മതി, നമുക്ക് വീഡിയോ കിട്ടിയാലും മതി. അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്നത് നടക്കുന്നു തോന്നുന്നില്ല, നമുക്ക് വീഡിയോ പിടിക്കാം. രക്ഷാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയും ആൾക്കാർ ഇവിടെ ഇത് ഫോട്ടോ എടുക്കാൻ നോക്കിയ ക്യൂ നോക്കി, ഇത്രയും ആൾക്കാരാണ് കേട്ടോ മറ്റേ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. എല്ലാവരും ഈ ട്രിപ്പ് മറക്കുവോ? മറക്കുവോ? ഈ ട്രിപ്പ് മക്കളെ ആരും മറക്കില്ല. അവിടുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഭയങ്കര ക്യൂ. അപ്പോൾ വെറുതെ എന്തിനാ. ഈ ഒരു വ്യൂ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ താഴെ പോയി നോക്കാം അവിടെ എന്താ ഉള്ളത്. അവിടെ കാര്യമായിട്ടൊന്നുമില്ല തോന്നുന്നുണ്ട്, എന്നാലും പോയി നോക്കാം. അവിടെ ഇറങ്ങിയ പിന്നെ അതേപോലെ നമ്മൾ തന്നെ കയറണം. അവിടെ ഒന്നും ഇല്ല തോന്നുന്നുണ്ട് ആ ഭാഗത്തേക്ക്. മക്കളെ ഓ എവിടെടാ നോക്കിയിട്ടാ സൂക്ഷിച്ചു. നിൽക്കിട്ട് അങ്ങനെ ഇരുന്നോ. അങ്ങനെ അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ലാസ്റ്റ് വരയ്ക്ക് ഒന്ന് പോയിട്ട് നമുക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടാണ് തിരിച്ചു വരാം. എന്ത് അതാണ് അവൻ ഫസ്റ്റ് പോയി അവിടെ നിന്നിട്ട് കണ്ട പെട്ടെന്ന് എടുത്തോന്നൊക്കെ നമ്മളങ്ങോട്ട് പോവാറ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറുകയാണ്. അതാണ് ടാസ്ക്. തിരിച്ച് കയറലാണ് ഏറ്റവും വലിയ പണി. ഇതിലിപ്പോഴേ ഞാൻ പറയാനേക്കാളും കൂടുതൽ എൻ്റെ കിതപ്പേ കേൾക്കു തോന്നുന്നുണ്ട്. കോട കയറുന്നുണ്ട, കോട ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് പ്രത്യേക വൈബാ. നിക്കടാ, എനിക്ക് വീഡിയോ ഓഫാക്കാൻ തോന്നുന്നില്ല. എനിക്ക് ഫുള്ള് റെക്കോർഡ് ചെയ്യണം. നോക്കിയാ വഴി നോക്കി. ഇവിടെ ഇങ്ങനെ കോട വരും, അത് പോവും, വരും പോവും, അതേപോലെ ഞാൻ നിൽക്കുന്നുണ്ട്.
സൈഡ് ഒന്നും കാണുന്നില്ല അല്ലേ? ഈ സൈഡ് ഒന്നും കാണുന്നില്ല, കണ്ടില്ലേ? അങ്ങനെ നമ്മൾ കൊളുക്കുമലൻ്റെ വ്യൂസും കണ്ട് തിരിച്ചു പോവുകയാണ്. ഈ ട്രിപ്പിലെ അവസാനത്തെ ട്രക്കിങ്. അതൊരു 1.5 ട്രക്കിങ്ങാണ്. വാട്ടർഫോളോ? ഇങ്ങനൊരു വാട്ടർഫോളും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. അതെനിക്കറിയില്ല കേട്ടോ. നോക്കട്ടെ. എനിക്ക് കയറാനുള്ളതാണെങ്കിൽ ഞാൻ വരില്ല കേട്ടോ. കുന്നുമലയും കയറാനുള്ളതാണെങ്കിൽ ഞാൻ വരില്ല. വാട്ടർഫോള് നമുക്ക് പോണ വഴിക്കും കാണാം. ഈ സാധനം ഊരാട്ടോ. നമുക്ക് തല മൊത്തം നനഞ്ഞു, തല മൊത്തം നനഞ്ഞിരിക്കുക. സോ അതിട്ട് കഴിഞ്ഞാൽ ഇനി തലവേദന എടുക്കും. മുടീൻ്റെ കോലം നോക്കി. നമ്മുടെ വണ്ടികളൊക്കെ നിൽക്കുന്ന ഏരിയ ഉണ്ട്. അത് നമ്മുടെ വണ്ടീൻ്റെ ആക്സിൽ ഒടിഞ്ഞ് വഴി കിടന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് റെഡിയാക്കി എന്നാണ് പറഞ്ഞത്. ഒന്ന് വിളിച്ചു നോക്കണേ സാറാ. ഇവിടെ എല്ലാവരും ജീപ്പ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന ടൈമിൽ ജീപ്പ് കംപ്ലൈൻ്റ് ആയില്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ജീപ്പിൽ ലിഫ്റ്റ് പിടിച്ച് താഴെ പോയി അവിടെ നിന്ന് എന്താ ചെയ്യാന്നറിയില്ല. പോസ്റ്റാണ്. അങ്ങനെ മക്കളെ ഓഫ് റോഡും വ്യൂ പോയിൻ്റൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ടെൻറ്റിൻ്റെ ആ ഏരിയ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ആ ഒരു വ്യൂ നോക്കിയേ, കണ്ടില്ലേ? ഫുള്ള് കോടയൊക്കെ ആയി, വേറെ ലെവല് വ്യൂ. എൻ്റെ മോനെ സെറ്റ് വ്യൂ കേട്ടോ. എൻ്റെ മോനെ സൂപ്പർ വ്യൂ കേട്ടോ. നമ്മൾ ടെൻറ്റ് തുറന്നു കഴിഞ്ഞാൽ ഒരു ഉഗ്രം വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സും കൽബൊക്കെ കിട്ടുക ഒരു കുളിർമയാണ്. ഏതാണല്ലേ സാധനം എന്നറിയോ? ഞാൻ കാണിച്ചു തരാം. ഇതാ നമുക്ക് ഇങ്ങനെ സിബ് പറഞ്ഞ് കണ്ടില്ലേ? ഏതാ വ്യൂ. കോട, ഫുള്ള് കോട. ഇവിടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വേറെ ഒരുത്തം കൂട്ടി കേട്ടോ. അവിടെ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു വ്യൂ മിസ്സാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ട്രക്കിംഗ് ഒക്കെ പോയി കഴിഞ്ഞ് വന്നപ്പോൾ കറക്റ്റ് ആ ഒരു വ്യൂ നമുക്ക് കിട്ടിട്ടോ. ഓക്കെ, അതെന്തായാലും കലക്കി. ഇതും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടി ആയപ്പോൾ തൃപ്തിയായി. എടാ നിസാറ പറഞ്ഞാ പുറത്തുണ്ടോ? എവിടെ നോക്കട്ടെ. നിസാറേ, ഫുള്ള് ചില്ലിങ്ങിലാണ് നിസാർ കേട്ടോ. ചില്ലിങ്ങിലാണ്. ഏതാല്ലേ മക്കളെ, ഞാൻ എണീക്കട്ടെ. ഇവിടെ ടെന്റ് നിന്ന് കാണേണ്ടത്. മഞ്ഞുണ്ടോ? മഞ്ഞുണ്ട്. എന്ത് വ്യൂ?
നല്ല വ്യൂ ആണ്. ആ ഫുള്ള് കോടയാണ് അവിടെ. എന്ത് വ്യൂ കാണാനാ നീ? ആ കോട കാണിക്കാനാടാ. കൂട്ടിന്ന് വെളിക്ക് ഇറങ്ങടാ. എന്നാ നിസാറെ ആ കോടയൊക്കെ ഒന്ന് കാണിച്ചിട്ട് വാ. എന്നാ ഇനി അങ്ങോട്ട് നമുക്ക് കോടഞ്ചി കാണാൻ വേണ്ടി പോവാം. യൂട്യൂബ് ചാനൽ വരുമോ? ഇവിടെ താഴേക്ക് മൊത്തം കോടയാ. വീണ്ടും നമുക്ക് അവിടേക്ക് തന്നെ പോവാം. കഴിഞ്ഞോ വ്ളോഗിങ് കഴിഞ്ഞ നിസാറെ? പിന്നെ അല്ല പിന്നെ നിസാറിന്റെ വ്ളോഗായിരുന്നു കേട്ടോ എത്ര നേരം. നമുക്ക് നോക്കാം എന്താ ഇപ്പൊ സംഭവം, എന്താ ഇപ്പൊ പറഞ്ഞു നോക്കാം. ഹലോ മച്ചവരെ, അങ്ങനെ നമ്മളുടെ കുളക്കുമല ആ ട്രിപ്പ് ഇവിടെ അവസാനിക്കാൻ പോകാം കേട്ടോ. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞു. ചെക്കൗട്ട് ടൈം 11 മണിക്കാണ് കേട്ടോ. അപ്പോൾ കുളക്കുമല ഒക്കെ പോയി രാവിലെ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ഒന്ന് കുറച്ച് നേരം കറങ്ങി, പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീച്ച് ഫ്രഷായിട്ട് ഇപ്പോൾ ഇതാ തിരിച്ച് പാലക്കാട്ടിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും കേട്ടോ. കഴിഞ്ഞു. ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ട്രിപ്പായിരുന്നു കേട്ടോ. ചെറിയ കുറച്ച് എന്താ പറയുക ഡിഫിക്കൽട്ടീസ് ഇടയിൽ ഉണ്ടായെങ്കിലും ട്രിപ്പ് വേറെ ലെവൽ ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും അടിപൊളിയായി എൻജോയ് ചെയ്ത ഒരു ട്രിപ്പാണ്. ഈ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമ്മുടെ ഒരു പയ്യനാണ്, നമ്മുടെ നസീഹിൻ്റെ ഒരു ചങ്ങായിയാണ് ഈ ഒരു എന്താ പറയുക പ്രോപ്പർട്ടി നമുക്ക് ബുക്ക് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഓക്കെ, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൻ്റെ മൊബൈൽ നമ്പറും അതേപോലെ തന്നെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്കും ഇതേപോലെ ഈ പാക്കേജ് വേണമെന്നുണ്ടെങ്കിൽ അവനെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. ഈ ഒരു പാക്കേജ് മാത്രമല്ല, ഇതുപോലുള്ള പല പാക്കേജുകളും അവൻ നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നതായിരിക്കും കേട്ടോ. അവൻ്റെ പറ്റുകയാണെങ്കിൽ അവൻ്റെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സെറ്റ് ചെയ്ത് റെഡിയാക്കി തരാം കേട്ടോ. ഓക്കെ, ഇതാ നമ്മുടെ നിസാറ് ഫുള്ള് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആ പൂവല്ലേ ചോദിക്കും. ഇനിയിപ്പോൾ എന്നെയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് എന്താ പറയുക 2 സ്റ്റാഫുകളുടെ ചെറിയൊരു മോശമായ പെരുമാറ്റം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സൂപ്പറായിരുന്നു. ടെൻറ്റ് സ്റ്റേയും കാര്യങ്ങളും. പിന്നെ ഫുഡിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് കിട്ടിയ നമുക്ക് ഫുഡ് മാത്രം കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നുള്ളൂ. മോശമല്ല, പറ്റ മോശമായിരുന്നു നൈറ്റ് കിട്ടിയ ഫുഡ്. പക്ഷെ അതിനെ അപേക്ഷിച്ച് രാവിലെ കിട്ടിയ ഫുഡ് പൊള്ളി ഫുഡാണ് കേട്ടോ. ഇല്ലടാ, അടിപൊളി ഫുഡ്. രാവിലെ സെറ്റ് ഫുഡാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇഡ്ഡലിയും ദോശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഫുഡ് കിട്ടി. പക്ഷേ രാത്രിക്കത്തെ ഫുഡ് മാത്രം നമുക്ക് കുറച്ച് എന്താ പറയുക വളരെ മോശം ഫുഡാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ ഇവിടുത്തെ ഓണർ പറയുന്നത് വളരെ സപ്പോർട്ടീവാണ്. മൂപ്പര് നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി മൂപ്പര് ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മൂപ്പര് ഇനിയും എന്താ പറയുക ഇതേപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാണ്ട് നോക്കാമെന്നും ഫുഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാമെന്നൊക്കെ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രോപ്പർട്ടി നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യണം. എല്ലാം ഇങ്ങോട്ട് വന്ന് വിസിറ്റ് ചെയ്യാനുള്ള സംഗതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള എല്ലാ ഇതും ഉണ്ട് കേട്ടോ. അപ്പോൾ പാക്കേജ് എടുത്തിട്ട് നിങ്ങൾ എന്തായാലും വരണം. ചെറിയ ഇതുണ്ടാവും സ്വാഭാവികമായിട്ടും. ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പൊളിയാണ്. അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. ഒരു ബൈ പറഞ്ഞിടാ നിസാറേ.
ബൈ 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 ആ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ബെൽബട്ടൺ അടിച്ച് പൊട്ടി ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചേക്ക്. ഓക്കെ, ശരി എന്നാൽ ബൈ ബൈ.